എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രചാരണ പരിപാടികൾ ഇന്ന് തുടങ്ങും. വൈകുന്നേരം 5 മണിക്ക് കണ്ണന്താനം മണ്ഡലത്തിലെത്തുമെന്ന് ബി.ജെ.പി നേതാക്കൾ വ്യക്തമാക്കി. എറണാകുളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന മുദ്രാവാക്യമാണ് ബി.ജെ.പി മണ്ഡലത്തിൽ ഉയർത്തുക. എറണാകുളം മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ.ഡി.എ സഖ്യം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം സ്ഥാനാർത്ഥി മണ്ഡലത്തിലെത്തുമെന്ന് ബി.ജെ.പി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതിനുശേഷം ഔദ്യോഗിക പ്രചരണം ആരംഭിക്കാനാണ് എൻ.ഡി.എ തീരുമാനം. ബഹുമാനപ്പെട്ട അൽഫോൺസ കണ്ണന്താനം കേന്ദ്രമന്ത്രി നാളെ വൈകുന്നേരം 5:10 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഡൽഹിയിൽ നിന്ന് വരും. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മിഷനറി മുഴുവൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ ത്രികോണ മത്സരം ഈ എറണാകുളം ജില്ലയിൽ സംഘടിപ്പിക്കും. ജയിച്ചാൽ എറണാകുളത്തിന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവുമെന്നതാവും എൻ.ഡി.എയുടെ പ്രചരണം. ക്രിസ്ത്യൻ വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് എറണാകുളം. ക്രിസ്ത്യൻ വോട്ടുകൾ നേടി ഇടതു വലതു മുന്നണികളുടെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തുക എന്നതാണ് അൽഫോൺസ് കണ്ണന്താനത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എൻ.ഡി.എ സഖ്യം ലക്ഷ്യം വെക്കുന്നത്. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി പി രാജീവും യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി ഹൈബി ഈഡനും വന്നതോടെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം നടക്കുമെന്നുറപ്പായിരുന്നു. എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി കണ്ണന്താനം കൂടി വന്നതോടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. മീഡിയ 1 കൊച്ചി.